ഇന്ന് നമുക്ക് 8 നില പൊട്ടിയ ഒരു സർപ്രൈസിൻ്റെ കഥ കേൾക്കാമേ. ഈ ഒരു കേക്ക് വന്നിട്ട് 1 kg ബട്ടർസ്കോച്ച് കേക്കായിരുന്നു. ഒരു സർപ്രൈസായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കേക്കായിരുന്നു. അപ്പോൾ ഒരു മാസം മുമ്പേ നമുക്ക് കസ്റ്റമർ ഈ ഒരു ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു. പേയ്മെൻ്റ് എല്ലാം അപ്പോൾ തന്നെ നമുക്ക് ചെയ്ത് തന്നിട്ടും ഉണ്ടായിരുന്നേ. ആങ്ങളയ്ക്ക് സർപ്രൈസായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കേക്കായിരുന്നു ഇത്. അപ്പം കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതിൻ്റെ വർക്കെല്ലാം ഏകദേശം കംപ്ലീറ്റായി. വീട് ഇവിടെ അടുത്താണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ശരി ചേച്ചി, ഞാൻ ഓക്കെ കൊടുത്തേക്കാം, സർപ്രൈസായിട്ട് തന്നെ കൊടുത്തേക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം വീട്ടിൽ അച്ഛനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും വീട് അറിയാമായിരിക്കും എന്നുള്ള രീതിയിലാണ് ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം പുതുതായിട്ട് താമസം മാറിയത് എവിടെയാണെന്ന് ആർക്കും അറിയത്തില്ല. ഈ നമ്മുടെ കസ്റ്റമറിൻ്റെ ബ്രദറിന് വേണ്ടിയിട്ടായിരുന്നു കേക്കെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ആൾ പുതിയതായിട്ടൊരു വീട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പം പുതിയതായിട്ട് മാറിയത് എവിടെയാണെന്ന് എൻ്റെ വീട്ടിലും ആർക്കും അറിയത്തില്ല, അതായത് ഈ കസ്റ്റമറിനും അറിയത്തില്ല, എൻ്റെ വീട്ടിലും ആർക്കും അറിയത്തില്ല. ആകെ ഞാൻ ചുറ്റിപ്പോയി കേട്ടോ. കൃത്യസമയമായപ്പോഴാണ്, കേക്ക് കൊടുക്കേണ്ട സമയമായപ്പോഴാണ് ഞാനിത് എൻ്റെ വീട്ടിൽ ചോദിക്കുന്നത്. അവർക്കറിയായിരിക്കും എന്നുള്ള വിചാരത്തിൽ ഞാൻ നേരത്തെ ചോദിക്കുകയും പറയുകയൊന്നും ചെയ്തില്ല. അപ്പം കസ്റ്റമറിനോട് ചോദിച്ചപ്പം കസ്റ്റമറിനും അറിയത്തില്ല, അച്ഛനോട് പറഞ്ഞാൽ മതി, അച്ഛനറിയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ശരി, എന്നാൽ അച്ഛനറിയാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നേരത്തെ ഒന്നും ചോദിക്കാഞ്ഞത്. ആ സമയമായപ്പോൾ ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു അച്ഛനും അറിയത്തില്ല, പുതിയതായിട്ട് എവിടെയാണ് താമസം മാറിയെന്ന് അറിയില്ല എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. ഞാൻ ആകെ പെട്ടുപോയി. ഞാൻ പിന്നെ ആ കസ്റ്റമർ പിന്നെ നമ്പർ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ പുള്ളിയെ ഡയറക്റ്റ് വിളിച്ചിട്ട് കാര്യം പറഞ്ഞു. ഇപ്പോൾ കാര്യം പറഞ്ഞപ്പം പിന്നെ പുള്ളി തന്നെ നമുക്ക് വഴി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ അനിയത്തിയും കൂടെ പോയിട്ടാട്ടോ ഈ ഒരു കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം പേരെഴുതുന്ന സമയത്താണ് കസ്റ്റമർ വിളിച്ചിട്ട് ബ്രദറിൻ്റെ മാത്രമല്ല ചേച്ചിയുടെ, അതായത് ബ്രദറിൻ്റെ വൈഫിൻ്റെയും കൂടെ ബർത്ത്ഡേ ആണ്, നാളാണ് വരുന്നത്. അപ്പം ചേച്ചിയുടെ പേരൂടെ എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഈ ഒരു കേക്ക് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവർ ശരിക്കും സർപ്രൈസ് ആയായിരുന്നു. എങ്കിലും ഒരു വൈക്ലഭ്യം എനിക്കില്ലാതില്ല. കാരണം നമ്മൾ സർപ്രൈസ് പൊളിച്ചിട്ടാണല്ലോ കൊണ്ട് ചെന്നത്.